ഹായ് ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു ചെറിയ യാത്രയുടേതാണ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ ഗൈസ് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന്? പാത്തുവിന് ഒരു മാസമായിട്ട് സമ്മർ ക്യാമ്പിന് പോകുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മർ ക്യാമ്പിൽ ബാഡ്മിൻ്റൺ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൊണ്ട് ചേർത്തിരിക്കുന്നത്. അതൊരു മാസം 5 വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ 4000 5000 അങ്ങനെ എന്തോ ആണ് ഫീസ്. അങ്ങനെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള പ്ലേ സോൺ എന്ന് പറയുന്ന ഇന്ദിരാനഗറിലൊരു ബാഡ്മിൻ്റൺ അക്കാഡമി ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് ചേർത്തേക്കുക. അങ്ങനെ അവിടെ നമ്മൾ വന്ന കഥയാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. അപ്പം മെയിനായിട്ട് പാത്തുവിനെക്കാട്ടിയും കൂടുതൽ ബാഡ്മിൻ്റൺ ആക്ടിവിറ്റിക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത് നമ്മളെ അമ്രുക്കുട്ടനാണ്. അങ്ങനെ അമ്രു ആണ് മെയിനായിട്ട് റെഡിയായിട്ട് വന്നിട്ട് ബാഡ്മിൻ്റൺ അക്കാഡമിയിൽ കളിക്കാൻ വേണ്ടിയിരിക്കുന്നത്. പാത്തു താമസിച്ചെന്നും പറഞ്ഞിട്ട് ഓടി വന്ന് ഷൂ ഒക്കെ ഇട്ട് റെഡി ആവുകയാണ് കൊച്ചു ക്ലാസ്സിന് വേണ്ടിയിട്ട്. പിന്നെ ആദ്യം അവർക്ക് കുറച്ച് വാമപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അമ്രു എന്ത് ചെയ്തു, അമ്രുവിൻ്റെ എനർജി ഡ്രിങ്ക് കൊണ്ടുവന്നുകൊണ്ട് ഇന്നത്തെ ബാക്കിയുള്ള കളിക്ക് വേണ്ടിയിട്ട് അമ്രു വന്ന് എനർജി ഡ്രിങ്ക് അവിടെ ഇരിക്കുന്നിടത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് കയറി അതിൻ്റെ പാതി കുപ്പി പാലൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരുന്ന് കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുക അവരൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളതും അവരുടെ വാമപ്പും അവരെന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നെയാണ് ആശാൻ ഇറങ്ങുന്നത്. എന്ത് ചെയ്യട്ടെ, ഇനി എൻ്റെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അവിടെ വയസ്സായ ആൾക്കാരും സാരിയൊക്കെ കൊടുത്തുകൊണ്ട് വന്ന് ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് വാമപ്പിന് വേണ്ടി ഓടുക, പാത്ത് നെട്ടോട്ടം ഓടുക, ബാക്കി എല്ലാവരും കൂടെ ഓടുക. അതിൻ്റെ ഇടയിൽ കൂടെ അമ്രു പോയി നോക്കുക എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എനിക്കെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ട് വന്നിട്ട് പിന്നെ അവർ കളിക്കുന്നതെല്ലാം നോക്കി അമ്രു അവരുടെ ഇടയിൽ പോയി കോക്ക് പറക്കാനും അങ്ങനെ എല്ലാവരും സഹായിക്കുന്നുണ്ട്. കിട്ടിയ അവസരത്തിൽ ഒരു ബാറ്റ് കിട്ടിയതെടുത്ത് കൊച്ച് കളിക്കാനും നോക്കുന്നുണ്ട്. പാത്തു അത് വാങ്ങാൻ നോക്കിയെങ്കിലും കൊടുത്തില്ല. കൊച്ചിനെ കൊണ്ടൊക്കുന്ന രീതിക്ക് കോക്ക് ബാറ്റ് വെച്ച് അടിക്കുന്നുണ്ട്. ആ ബാറ്റ് പഴി പോകുന്നുള്ളതുകൊണ്ട് പാത്തു പിന്നെ തിരിച്ച് വാങ്ങിക്കൊണ്ട് വയ്ക്കുക. അപ്പോൾ പാവൻകുട്ടി കോക്കെടുത്ത് വെച്ച് കാണിക്കുക, കോക്കെടുത്തോണ്ടൊന്ന് ബാറ്റിൽ കൊണ്ടുവച്ചിട്ട് എങ്ങനെ അടിക്കുക എന്നൊക്കെ കാണിക്കുക. പക്ഷേ കൊച്ചിന് ബാറ്റ് കൊടുക്കാത്തതുകൊണ്ട് കൊച്ചു പിന്നെ അവിടെ പോയി കിട്ടണ അവസരത്തിലെല്ലാം ബാറ്റ് പറക്കും, കോക്ക് പറക്കും, അങ്ങനെയൊക്കെ അവിടെ കിടന്ന് ഇറങ്ങാം. പിന്നെ പാത്തു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നോക്കി. പിന്നെ ഉള്ളത് അവരുടെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ സെക്ഷനാണ്. പാത്തു അവിടെ കിടന്ന് പെട്ടെന്ന് യോഗ ചെയ്ത് എങ്ങനെ തീർക്കാം എന്നുള്ളതാണ്. പിന്നെ അമ്രു അവിടെ ചെന്നിരുന്ന് അവിടുത്തെ ട്യൂട്ടർമാരുടെ അടുത്ത് ചെന്നിരുന്ന് കാര്യം പറയുക. അവർ രണ്ടുപേരും കൂടി കോക്കെല്ലാം പറക്കി കൊടുത്ത് കളിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് പാത്തുവിൻ്റെ യോഗ മാറ്റ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അമ്രുവിൻ്റെ വാപ്പിയും കൂടി കയറി യോഗ മാറ്റിൽ കുറച്ച് നേരം വർക്കൗട്ട് ചെയ്ത് കുറേ നേരം കിടന്നു എന്നെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി അമ്രു അവിടെ എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞിറങ്ങി. ഇവർ വാപ്പായും മോളും കൂടി ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോവുകയും ചെയ്തു. പിന്നെ അമ്രു അവിടെ പുറത്തിറങ്ങി കുറച്ച് നേരം കളിക്കാനൊക്കെ നോക്കി. അവർ പോകുന്നത് കണ്ടപ്പോൾ ഇടയ്ക്ക് പുറത്തോട്ടിറങ്ങി തനിച്ച് ഓടിപ്പോകാനൊക്കെ നോക്കി. പിന്നെ തിരിച്ചോടി വന്ന് സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കണമെന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ കയറിയിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ തനിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി ബൈക്കിലിരുന്ന് നമ്മൾ 4 പേരും കൂടെ നമ്മുടെ സ്കൂട്ടറിൽ തിരിച്ച് വീടെത്തി.